അങ്ങനെ ഗംഗാധര മേനോൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങുന്നതാണ് കേട്ടോ നമുക്കിന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അതിനു മുമ്പ് അലീനയോട് പറയുന്നുണ്ട് കേട്ടോ, മോളെ എല്ലാം ശരിയാകും, പക്ഷെ അതിനെക്കുറിച്ച് സമയമെടുക്കും. അതുകൊണ്ട് മോള് വിഷമിക്കണ്ട, സങ്കടപ്പെടണ്ട, എല്ലാം ശരിയാകും, അങ്കിള് പോയിട്ട് വരാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ശരിയാകും കേട്ടോ എന്നും പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം എല്ലാവരോടും യാത്ര പറഞ്ഞ് ഗംഗാധര മേനോൻ യാത്ര തിരിക്കുന്നതാണ് കേട്ടോ നമുക്ക് കഥയിൽ കാണാനായിട്ട് സാധിക്കുന്നത്, പ്രിയ കൂട്ടുകാരെ. കൂടാതെ മനു അലീനയോട് പറയുന്നുണ്ട് കേട്ടോ, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല, എല്ലാം പതിയെ റെഡി ആയിക്കോളും. അപ്പോൾ അലീന മനുവിനോട് പറയുന്നുണ്ട് കേട്ടോ, മനുവേട്ടാ, എല്ലാവരും ഞാൻ ആരാണെന്ന സത്യം അറിഞ്ഞു, അപ്പോഴും ഞാൻ ആഗ്രഹിച്ച ആ വ്യക്തി ഇതുവരെയായിട്ടും എന്നെ മനസ്സിലാക്കിയിട്ടില്ല, എനിക്കതിൽ നല്ല സങ്കടം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പം മനു അലീനയോട് പറയുകയാണേ, എല്ലാം ശരിയാകും, പക്ഷേ ഈ കാര്യത്തിൽ കുറച്ച് സമയമെടുക്കും, അല്ലെങ്കിൽ ഉടനെ തന്നെ ആൻറ്റി അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു വലിയ പ്രശ്നമായിട്ട് മാറുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, ആൻറ്റി തിരിച്ചറിവിൻ്റെ വക്കിലെത്തുമ്പോൾ ആൻറ്റി തന്നെ പശ്ചാത്തപിക്കുന്ന ഒരു സമയം വരും എന്ന് പറയാണ്. അതുകൊണ്ട് തന്നെ ആൻറ്റി എന്ത് ചെയ്യുമെന്ന് പോലും ഒരു തീർച്ചയില്ല, ആൻറ്റി എന്ത് ചെയ്യുമെന്ന് പോലും ഒരു തീർച്ചയില്ല, ചിന്തിക്കാനും നമുക്ക് സാധിക്കില്ല എന്ന് പറയാൻ കേട്ടോ. ചിലപ്പോൾ ആത്മഹത്യ വരെ ചെയ്തെന്ന് വരാം. അതുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തിൽ ആൻറ്റി അറിയിക്കാത്തതാണ് നല്ലത്, അല്ലെങ്കിൽ ആൻറ്റി തകർന്നു പോകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഗംഗേട്ടൻ പോകുന്നതിന് മുമ്പ് വൈജിയെ കാണാനായിട്ട് പോകുന്നതാണ് കേട്ടോ. അവിടെയാണെങ്കിൽ ബാലചന്ദ്രനെ കാണുന്ന ഗംഗേട്ടൻ ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, ബാലചന്ദ്ര, നീ ഇവിടെ ഉണ്ടായിരുന്നോ? എന്തായാലും അത് നന്നായി, താൻ വൈജിയെ വേദനിപ്പിക്കരുത് കേട്ടോ, അവളെ ഒന്നും അറിയിച്ച് സങ്കടപ്പെടുത്തരുത് എന്നൊക്കെ ഗംഗേട്ടൻ പറയുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രനോട്. അതേസമയം ബാലചന്ദ്രൻ പറയാണ്, താൻ എന്താടോ എന്നെ പറ്റി വിചാരിച്ചത്? ഞാനെല്ലാം മറന്ന് വൈജിയെ, അതായത് എൻ്റെ ഭാര്യയായിരുന്ന ആ സ്ത്രീയെ പ്രണയിക്കുമെന്നോ അവളെ സ്നേഹിക്കുമെന്നോ അത് ഒരിക്കലും ഉണ്ടാകില്ല എന്നിങ്ങനെ വളരെ ദേഷ്യത്തോടു കൂടിയിട്ട് ബാലചന്ദ്രൻ പറയാണ് കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, അവൾ എന്നെ ചതിച്ചവൾ മാത്രമാണ്, അവളെ ഇപ്പോൾ ഭേദമാക്കുക മാത്രമേ തൻ്റെ കടമയെന്നും ബാലചന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് താൻ എന്തായാലും തൻ്റെ ജീവിതത്തിൽ നിന്നും തീർച്ചയായിട്ടും അവളെ ഒഴിവാക്കുമെന്നും പറയുന്നത് നമുക്ക് ഈ കഥയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ, പ്രിയ കൂട്ടുകാരെ. അതിനുശേഷം ബാലചന്ദ്രൻ അവിടെ നിന്ന് പോകുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സങ്കടപ്പെട്ട് നിൽക്കുന്ന ഗംഗേട്ടനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, പ്രിയ കൂട്ടുകാരെ. തുടർന്ന് കാണിക്കുന്നതാണെങ്കിൽ മനു ആണെങ്കിൽ അലീനയോട് എല്ലാ കാര്യങ്ങളെയും കുറിച്ച് പറഞ്ഞ് ഇങ്ങനെ മനസ്സിലാക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, പ്രിയ കൂട്ടുകാരെ. എൻ്റെ പുതിയ ചാനലാണ്, മറക്കാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കണേ കൂട്ടുകാരെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും ശ്രമിക്കണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ.